ജാൻപീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പാടം പാഠശാലയായി ഉയർന്ന പോഷകമൂല്യമുള്ളതും ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നതുമായ രക്തശാലി ജൈവ കൃഷി ഞാറുനടീൽ ഉത്സവം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും കൗതുകമായി. ഒയിസ്ക തിരുനാവായ ചാപ്റ്റർ മണ്ണൂപ്പറമ്പിൽ മുഹമ്മദിന്റെ പാടശേഖരത്തിൽ സംഘടിപ്പിച്ച ഞാറുനടീൽ ഉത്സവത്തിൽ വിവിധയിനം വിളകൾ, വ്യത്യസ്ത കൃഷിരീതികൾ, വളപ്രയോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാഹചര്യമൊരുക്കി. കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ചാപ്റ്റർ പ്രസിഡന്റ് ഉള്ളാട്ടിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV മൊയ്തീൻകുട്ടി, ഉമ്മർ ചിറക്കൽ, കായക്കൽ അലിമാഷ്, സതീഷ് ബാബു നടുവട്ടം, അയ്യപ്പൻ കുറുമ്പത്തൂർ, വെട്ടൽ കുഞ്ഞുട്ടി, AK ബാബ, ഭാരതീയ വിദ്യാഭവൻ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു, നിതിൻ, ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഹൈസ്കൂളിലെ 50 കുട്ടികളും ടീച്ചേഴ്സും നാട്ടുകാരും ചേർന്ന പരിപാടിയിൽ പ്രമുഖ കർഷകനും വാർഡ് മെമ്പറുമായ സോളമൻ കപ്പയും ചമ്മന്തിയും വിളമ്പിയത് പുതുതലമുറക്ക് നവ്യാനുഭവമായി. വിദ്യാർത്ഥി ദക്ഷിണ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു. വോയിസ്കയുടെ അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ജബ്ബാർ സാർ, ആധുനിക കൃഷിരീതി, അതായത് നമ്മളുടെ പ്രധാന ഭക്ഷണമായ അരി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ കൃഷിരീതി എങ്ങനെയാണ് എന്നും, അതുപോലെ അതിൻ്റെ വിളവെടുക്കുന്നത് എങ്ങനെയെന്നും, അത് ഞാറ് നടുന്നത് എങ്ങനെയെന്നും അതിൻ്റെ യഥാർത്ഥ പച്ചയായ ചിത്രം ഈ വോയിസ്ക ഇൻ്റർനാഷണൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ഞാറുനടീൽ ഉത്സവം എന്ന് പറയുന്ന ഇന്നത്തെ ഈ പരിപാടി. ഇതിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ. അതിൻ്റെ അടിത്തറക്ക് നേതൃത്വം നൽകിയ മക്കൾ കൂടിയാണ്. അപ്പം ഈ ഞാറുനടീൽ ഉത്സവത്തിൻ്റെ ആഭിമുഖ്യം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടില്ല വോയിസ്ക ഇൻ്റർനാഷണലിൻ്റെ അഗ്രികൾച്ചർ ഡയറക്ടർ ഡോക്ടർ ജബ്ബാർ സാബ്. ഇപ്പോൾ ഏകദേശം 1.5 മാസം ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ടോപ്പ് ടീം കോൺടെസ്റ്റ് നടത്തി. പിന്നെ അതേമാതിരി തന്നെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നടത്തി. അതിനുമുപരിയാണ് ഇപ്പോൾ ഇത് എത്രയും വലിയൊരു ഞാറുനടീൽ സംഭവം ഇവിടെ നടക്കാൻ പോകുന്നത്. എന്ത് തിരക്കുണ്ടായാലും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുകയാണ്. കാരണം ജബ്ബാർ സാറെ എനിക്കറിയാം. പട്ടാമ്പി ഞാനൊരു പ്രോഗ്രാം നടത്തി, അതിനും ജബ്ബാർ സാറിനെ വിളിച്ച വഴിക്ക് അവിടെ എത്തി. നമ്മളെ ഇൻസ്റ്റലേഷനും ജബ്ബാർ സാർ എത്തി. അതായത് ഒരു വിളിപ്പാട് അകലെയാണ് ജബ്ബാർ സാർ നമുക്ക്. വോയിസ്കയുടെ ഒരു താങ്ങും തടലും തന്നെയാണ്. അഗ്രികൾച്ചർ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ ക്യാപ്റ്റൻ ഉള്ളാട്ടിൽ രവീന്ദ്രൻ, നമ്മൾ വോയിസ്കയുടെ പ്രസിഡന്റ്. നമുക്ക് വളരെയധികം മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് എങ്ങനെ വിദ്യാർത്ഥികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാം, ആ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ അവരെ ഭക്ഷ്യദൂരം കുറയ്ക്കാം, അതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു മലബാർ മേഖലയിലെ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഇത് എന്നുള്ളത് ഞാൻ വിശേഷിപ്പിക്കാം. കാരണം സ്ക്രീൻ ടൈം കുറയ്ക്കാൻ കുട്ടികൾക്ക് തത്തുല്യമായിട്ടുള്ള മാനസിക ഉത്തേജനം നൽകുന്ന എന്തെങ്കിലും ഒരു പരിപാടി അവർക്ക് കൊടുക്കാത്തതാണ് സമൂഹം നേരിടുന്നത് വലിയൊരു ദുരന്തം. അപ്പോൾ അതിൽ വളരെ നല്ല ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് ഞാൻ പ്രത്യേകം, തിരുനാവായ മണ്ണിൽ വളരെ നല്ല ഉയർന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുടെ ഒരു മണ്ണാണ്. വളരെ ദീർഘകാലം അവരുമായിട്ട് സഹവസിച്ചുകൊണ്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അതിൽ ഇന്നത്തെ പരിപാടി വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും ആവശ്യം ഒരു റീജിയണൽ ഫുഡ് സിസ്റ്റംസാണ്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുണ്ട് പ്രാദേശിക ഭക്ഷ്യ വ്യവസ്ഥകൾ.
ആ പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥകൾ നമ്മൾ പ്രായമുള്ളവർ നടത്തുന്നുണ്ടെങ്കിലും അതിൽ കുട്ടികൾ വളരെ അംഗമാവുക എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റെടുത്തിട്ടുള്ള ഭാരതീയ വിദ്യാഭവൻ വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. ആ കുട്ടികൾ വളരെ നല്ല ശക്തമായിട്ടൊരു സാന്നിധ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം കാർഷിക സർവകലാശാല ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. പ്രത്യേകിച്ച് രക്തശാലി നമ്മുടെ ഇന്നത്തെ നീഡ് ഓഫ് ദി അവറാണ്. രക്തശാലി കുട്ടികൾക്ക് വളരെയധികം വളരെ ഉത്തേജനം കൊടുക്കും, അതുപോലെ വളരെ നല്ല ഊർജ്ജം കൊടുക്കും. അതുപോലെ എനിക്കറിയാം അത് ചെയ്യുന്ന കർഷകനായാലും നമ്മുടെ സോളമൻ കളരിക്കൽ, എനിക്കറിയാം കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 2021 നമ്മൾ ഈ പാടത്ത് പിന്നെ ശ്രേയസ് എന്ന് പറയുന്ന നെല്ലിനം ഇരട്ടവരി സമ്പ്രദായത്തിൽ ഈ ജില്ലയ്ക്ക് തന്നെ മാതൃകാപരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു കർഷകനും കൂടിയാണ് അദ്ദേഹം. ഇതിന് മുൻകൈ എടുത്തു എന്നുള്ളത് നമ്മൾ ഒക്കെ സംബന്ധിച്ചും വളരെയധികം ഒരു ചാരിതാർത്ഥ്യജനകമാണ്. അപ്പോൾ എനിക്ക് വളരെ എല്ലാവരോടും പിന്നെ നന്ദിപൂർവ്വം പറയാനുള്ളത്, ഭാരതീയ വിദ്യാഭവൻ തിരുനാവായയിൽ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് എടുക്കുകയാണെങ്കിൽ അത് ഈ മേഖലയിൽ തന്നെ വളരെ നല്ല ചലനാത്മകമായിട്ട് സാന്നിധ്യമായിട്ട് വരും. മറ്റ് യുവതലമുറ ധാരാളം ഈ മേഖലയ്ക്ക് വരും എന്നാണ്. അതിന് പ്രത്യേകിച്ച് നല്ല ഒരു സാന്നിധ്യം കൊടുക്കുന്ന സ്ത്രീക്കാണ്. മാത്രമല്ല ഇതിനകം OISCA വളരെ നല്ല കുറേ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ സതീഷ് ബാബുവിൻ്റെയും അതുപോലെ സെക്രട്ടറിയുടെ ഒക്കെ നല്ല സപ്പോർട്ടിൽ, അതുപോലെ കർഷകരടക്കമുണ്ട്. ഇവർ നല്ല ഭാവിയിൽ വളരെ കരുതലായിട്ടുള്ള കുറേ. നമസ്കാരം. ഇന്നത്തെ രക്തശാലി നടീൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന രവിയേട്ടൻ, ജബ്ബാർ സാറ്, അയ്യപ്പേട്ടൻ, എൻ്റെ കുട്ടികൾ, അങ്ങനെ പിന്നെ ഒരുപാട് മുഹമ്മദ് ഹാജി, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് 1 ഏക്കറിലേക്ക് ഈ രക്തശാലി കൃഷി ചെയ്യുന്നത്. ഒരു 10-30 വർഷമായിട്ട് ഞാൻ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു. വളരെ സുന്ദരമായൊരു മുഹൂർത്തത്തിലാണെന്ന് നമ്മൾ ഒരു മഹാനടിയിൽ യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ നമ്മുടെ കർഷകരും പ്രിയപ്പെട്ട കുട്ടികളും അതുപോലെ OISCAയുടെ ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടുന്ന ഈ മുഹൂർത്തം ഇത്രയും വളരെ വലിയൊരു സന്ദേശമാണ് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനൊക്കെ നൽകുന്നത്. നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഈ നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജബ്ബാർ സാർ ഇവിടെ സവിസ്തരം സംസാരിച്ചു. ഇത്തരത്തിലുള്ള കാരണം പുതിയ തലമുറ നെല്ല് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അരി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, മരത്തിലാണോ വള്ളിയായിട്ടാണോ കായായിട്ടാണോ എന്നൊക്കെ സംശയിച്ചു പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിനൊക്കെ തിരിച്ച് നമുക്ക് ഇങ്ങനെയാണ് നെൽകൃഷി, ഇങ്ങനെയായിരുന്നു നെൽകൃഷി, ഇങ്ങനെ ആവണം നെൽകൃഷി, ഇത്തരം മേഖലകളെക്കുറിച്ചൊക്കെ നല്ലൊരു അറിവും അവബോധവും നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനൊരു അവസരമാണ് ഒരുക്കിയത്. ഈ സന്ദർഭത്തിൽ കുട്ടികൾക്ക് അടിസ്ഥാന വിവരങ്ങൾ നൽകുന്ന ഈ പ്രവർത്തനത്തിന് സകലവിധ ആശംസകൾ നേരാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമായിട്ടുള്ള കേരള ബാങ്കിൻ്റെ ആശംസകൾ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. കൂടാതെ നമ്മുടെ ദേശീയ കാർഷിക വികസന ബാങ്ക് നബാർഡ് നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ആശംസകൾ കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരും പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമസ്കാരം, ഞാൻ ദക്ഷിണ, ഭാരതീയ വിദ്യാഭവനിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യമായിട്ടാണ് ഒരു നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വിളവെടുക്കുന്നത് എന്നെല്ലാം കാണാൻ എത്തിച്ചിരിക്കുന്ന നമ്മുടെ സ്കൂൾ ഭാരവാഹികൾക്കും പിന്നെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്ന OISCAയ്ക്കും വളരെയധികം നന്ദി പറയുകയാണ്. ക്ലാസ് റൂമിന് പുറത്തേക്കുള്ള വിദ്യാഭ്യാസം എന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളും OISCAയും നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഒത്തിരി അധികം നന്ദി പറയുകയാണ്. നന്ദി. മീഡിയ ന്യൂസ്, തിരൂർ.